കുറഞ്ഞ സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. എന്റെ വീടും അപ്പുവിന്റെയും എന്ന സിനിമയിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച വിഷ്ണു കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ പ്രേമികൾക്ക് പ്രിയങ്കരനായത്. സുഹൃത്തായ ബിബിൻ ജോർജിനൊപ്പം അമർ അക്ബർ അന്തോണി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതും വിഷ്ണു ആയിരുന്നു. ഇപ്പോൾ എന്റെ വീടും അപ്പുവിന്റെയും എന്ന സിനിമയ്ക്ക് ശേഷം കണ്ണിനും കണ്ണാടിക്കും എന്ന സുന്ദർദാസ് ചിത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പറയുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. കലാഭവൻമണിയായിരുന്നു ഈ സിനിമയിൽ നായകനായത്. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. എന്റെ വീടും അപ്പുവിന്റെയും എന്ന സിനിമയ്ക്ക് ശേഷം അതിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ തോമസ് സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ പടത്തിലേക്ക് എന്നെ വിളിച്ചു. കണ്ണിനും കണ്ണാടിക്കും എന്ന സുന്ദർദാസ് ചിത്രത്തിലായിരുന്നു അന്ന് എന്നെ വിളിച്ചത്. പൂജയുടെ ദിവസമായിരുന്നു ഞാൻ ആദ്യമായി ആ ലൊക്കേഷനിലേക്ക് പോകുന്നത്. മണിച്ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആരോ എന്നെ മണിച്ചേട്ടന് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നെ കാര്യമായി നോക്കി. എന്നെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തോട് എന്തോ പറഞ്ഞ് നല്ല ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ആ നോട്ടത്തിൽ നിന്നും തന്നെ മനസ്സിലായി. അവിടെ വെച്ച് എന്നെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിച്ചു. പിന്നെ മണിച്ചേട്ടനും എന്നെ വലിയ കാര്യമായി. പിന്നെ റൂമിലൊക്കെ പോകുമ്പോൾ മണിച്ചേട്ടന്റെ വണ്ടിയിലായി യാത്ര. അതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് രാപ്പകൽ എന്ന സിനിമയിൽ അവസരം ലഭിച്ചു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു.